ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. പ്രീവിയസ് ഇയർ ആയിട്ടുള്ള EVS ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ സെക്ഷനിൽ നമുക്കൊരു 5 ചോദ്യങ്ങളും കൂടെ നോക്കാം. തീർച്ചയായിട്ടും ഇത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിൽ ഉൾപ്പെടുന്നത്, ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യം ബയോഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ഒരു വർഗത്തിൽ തന്നെ ജനിതക വൈവിധ്യം, ഒരു വർഗത്തിൻ്റെ തന്നെ ജനിതക വൈവിധ്യം, ഒരു സമൂഹത്തിലെ വർഗങ്ങളിലുള്ള വൈവിധ്യം, പ്രദേശത്തെ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം, മുകളിൽ നൽകിയിരിക്കുന്നതെല്ലാം ആ ഒരു പദത്തിൽ തന്നെ ഉണ്ടല്ലേ. എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ടേം? എന്താണ്? വൈവിധ്യം, ഡൈവേഴ്സിറ്റി. ഒരു പർട്ടിക്കുലർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രദേശം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരാം? ഒരു വർഗത്തിൻ്റെ തന്നെ ജനിതക വൈവിധ്യം, ഒരു പർട്ടിക്കുലർ വർഗം എടുക്കുമ്പോൾ അതിൽ തന്നെ എന്താണ്? ജനറ്റിക്കായിട്ട് ഡൈവേഴ്സിറ്റി ഉള്ള ഓർഗാനിസംസ് കാണില്ലേ? ഉണ്ടാകും. ഒരു സമൂഹത്തിൽ പലതരത്തിലുള്ള വർഗങ്ങൾ ഉണ്ടാവത്തില്ലേ? അതും ഒരു വൈവിധ്യമല്ലേ? അതും ഒരു ഡൈവേഴ്സിറ്റി അല്ലേ? അപ്പോൾ അതും അവിടെ വരും. പ്രദേശത്തെ ആവാസ വ്യവസ്ഥയിൽ ആ ഒരു പർട്ടിക്കുലർ ആവാസ വ്യവസ്ഥയുണ്ടല്ലോ, ഓരോ ജീവിയും ജീവിക്കുന്ന അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയുണ്ടല്ലോ, അതിലും തന്നെ എന്താണ്? വൈവിധ്യങ്ങളുണ്ട്. ഇതെല്ലാം എവിടെ വരാം? ആ ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉത്തരം എന്താ വരിക? തീർച്ചയായിട്ടും മുകളിൽ നൽകിയിരിക്കുന്നതെല്ലാം എന്താണ്? ജൈവ വൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത ചോദ്യം: മീൻ വർഗത്തിൽ ഉൾപ്പെട്ട ജീവി. മീൻ വർഗത്തിൽ ഉൾപ്പെട്ട ജീവി: കടൽ കുതിര, കടൽ ഫാൻ, കടൽ പശു, ഡോൾഫിൻ. ഇതിൽ മീൻ വർഗത്തിൽ ഉൾപ്പെട്ട ജീവി ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? കടൽ കുതിരയാണ് മീൻ വർഗത്തിൽ ഉൾപ്പെട്ട ജീവി. അടുത്ത ചോദ്യം: പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ സാധാരണ കാണാത്ത ഉപകരണം. അപ്പം മുമ്പുള്ള സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു മേഖലയാണ്. അപ്പോൾ എന്താണ് പ്രഥമ ശുശ്രൂഷ പെട്ടി? എന്താ? ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടാകണം, എന്തൊക്കെ ഉണ്ടാകേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് തീർച്ചയായിട്ടും വേണം. അത് കൃത്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണം. സ്കൂളുകളിലൊക്കെ അല്ലേ, എപ്പോൾ വേണമെങ്കിലും എന്താണ് കാഷ്വാലിറ്റീസ് സംഭവിക്കും. അപ്പം നമ്മൾ ഓടി നടന്നിട്ട് കാര്യമില്ല. കാഷ്വാലിറ്റീസ് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അതിനായിട്ടുള്ള ആവശ്യമുള്ള സാമഗ്രികൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാകണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കുന്ന സമയത്ത് അതിൽ സാധാരണ കാണാത്ത ഉപകരണം ഏതെന്നാണ് ചോദ്യം. തെർമോമീറ്റർ, സേഫ്റ്റി പിൻ, സ്റ്റെതസ്കോപ്പ്, കത്രിക. എന്താണ് സാധാരണ കാണാത്തത്? തീർച്ചയായിട്ടും സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നല്ല. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താണ് അവർ പ്രൊഫഷണലി അവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കാം. പക്ഷേ പിന്നെ അതിൻ്റെ അടുത്ത ലെവൽ ട്രീറ്റ്മെൻറ്റ് പോകണമെങ്കിൽ അവിടെ നമ്മൾ എന്താണ് പ്രൊഫഷണലി ആ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തിക്കായിരിക്കും പറ്റുക. അവരായിരിക്കും എന്ത് ക്യാരി ചെയ്യുക? സ്റ്റെതസ്കോപ്പ് ക്യാരി ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് എന്തൊക്കെ വേണം? തെർമോമീറ്റർ വേണം, പിന്നെന്താണ് സേഫ്റ്റി പിൻ വെക്കാറുണ്ട്, കത്രിക വെക്കാറുണ്ട്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ചെറുധാന്യങ്ങളുടെ കൂട്ടം ഇത്. ചെറുധാന്യങ്ങളുടെയൊക്കെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്ത് നമുക്ക് തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ചെറുധാന്യങ്ങളെന്ന് അറിഞ്ഞിരിക്കണം. ഈയിടെയായി നമുക്ക് എന്താണ് ഒരു മില്ലറ്റ് വർഷമൊക്കെ ആചരിച്ച സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ കേട്ടിട്ടും PSC എക്സാമിനും ഒക്കെ എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നോക്കിയ ചെറുധാന്യങ്ങൾ മില്ലറ്റ്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഇതിൽ ഏതൊക്കെയാണ്? മണിച്ചോളം, റാഗി, തിന. റാഗി, നെല്ല്, തിന. ഗോതമ്പ്, മണിച്ചോളം, നെല്ല്, ഗോതമ്പ്, ചോളം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ഉത്തരം കറക്റ്റ് എന്താണ് അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെല്ല് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ചെറുധാന്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതല്ല എന്ന് നമുക്ക് അറിയാം. ആ നെല്ല് നോക്കിയ ഓപ്ഷനിലെല്ലാം ഉണ്ട്. റാഗി, നെല്ല്, തിന, ഗോതമ്പ്, മണിച്ചോളം, നെല്ല്, ഗോതമ്പ്, ചോളം. ഗോതമ്പും നെല്ലും ചോളവും ഒന്നും എന്താണ് ഈ കൂട്ടത്തിൽ വരുന്നതല്ല. എന്നാൽ ചെറുധാന്യങ്ങളിൽ വരുന്ന എന്തൊക്കെയാണ്? മണിച്ചോളം, റാഗി, തിന തുടങ്ങിയവരൊക്കെ എന്താണ് ചെറുധാന്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്നവയാണ്. അടുത്ത ചോദ്യം: കേരളത്തിൻ്റെ സംസ്ഥാന ഫലം. സംസ്ഥാന ഫലവും സംസ്ഥാന മത്സ്യവും ഒക്കെ എന്താണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത്ര ഈസി ക്വസ്റ്റ്യൻ എന്ന് തോന്നും. പക്ഷേ അറിയാലോ കേട്ട എക്സാമിനേഷന് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഭയങ്കര ടഫ് ഒരു എക്സാമിനേഷൻ അല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, ആവറേജ് ലെവൽ ചോദിക്കാറുണ്ട്. പിന്നെ അതോടൊപ്പം ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വരില്ല എന്നല്ല വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഒരുവിധം എന്താണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ചോദിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചോദ്യം. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഫലം എന്ന് പറയുന്നത് എന്താണ്? തേങ്ങ, മാങ്ങ, ചക്ക, വാഴപ്പഴം. കേരളത്തിലെ സംസ്ഥാന ഫലം എന്ന് പറയുന്നത് എന്താണ്? ചക്കയാണ്. അപ്പോൾ ഇതുപോലെ എന്താ EVS
വേണമെങ്കിൽ നല്ല ടഫ് ചോദ്യങ്ങൾ ചോദിക്കാം, വേണമെങ്കിൽ ഈസി ചോദ്യങ്ങളും ചോദിക്കാം. എപ്പോഴും ഈസി ചോദ്യം മാത്രമേ വരത്തോളം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലേ. നമുക്കൊരു ആവറേജ് ലെവൽ, മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വരിക. അപ്പോൾ അത് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള സിലബസ് അനുസരിച്ച് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം കണ്ടെത്തി ഒരു സേഫ് സ്കോറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് റിസ്ക് എടുത്ത് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ലല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു സേഫ് സ്കോറിൽ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക, വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ടീം i+ റെഡിയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.